ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഹിന്ദി ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ഫസ്റ്റ് മക്കൾ നാമും കക്ഷി എഴുതുക. ഫസ്റ്റ് ആക്ടിവിറ്റി ഗതിവിധി 1, കവിത കാ പങ്ക്തിയോം കെ ക്രമ സേ ലിഖേ. ഈ കവിത തെറ്റിച്ചിട്ടാണുള്ളത്. ഇത് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് സുബഹ് സുബഹ് കി ആ ഗയി ധൂപ്പ്. അതെന്താ വരുക? ധൂപ്പ് ആ ഗയി സുബഹ് സുബഹ് കി. അടുത്തത് പ്യാരി പ്യാരി മഹക്കി കലിയാം. അതെന്താ വരുക? കലിയാം പ്യാരി പ്യാരി മഹക്കി. അടുത്തത് മഹക്കി കലിയാം ക്യാരി ക്യാരി. അതെന്താ വരുക? കലിയാം ക്യാരി ക്യാരി മഹക്കി. അടുത്തത് മഹക്കി കലിയാം ഇത്തനി സാരി. അതെന്താ വരുക? കലിയാം ഇത്തനി സാരി മഹക്കി. അടുത്തത് ടണ്ടി ടണ്ടി വഹ് രഹി ഹവ. ഹവ വഹ് രഹി ടണ്ടി ടണ്ടി. नेक्स्ट गतिविधि 2, सूचना चित्र देखो और प्रश्न के उत्तर दे. फर्स्ट क्वेश्चन, यह किसका चित्र है? फर्स्ट बादल, चिड़िया, मछली, फूल. അപ്പം ഇതിൻ്റെ ആൻസർ എന്താ വരുക? ചിടിയ. ചിടിയ എന്ന് വെച്ചാൽ പക്ഷി. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം, മച്ചലി എന്ന് പറഞ്ഞാൽ മത്സ്യം, ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ്. അപ്പോൾ ചിടിയ എന്ന് അതിൻ്റെ ആൻസർ വരുക. नेक्स्ट क्वेश्चन, संकेत के अनुसार चित्र को रंग दे. കാല, ഹര, നീല, ലാല്. അപ്പോൾ ഇവിടെ കുറച്ച് കളർ കൊടുത്തിട്ടുണ്ട്. ആ കളറ് പിന്നെ മുകളിലുള്ള ചിത്രത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. കാല എന്ന് വെച്ചാൽ കറുപ്പ്, ഹര പച്ച, നീല നീലൻ്റെ, ലാല് ചുവപ്പ്. നെക്സ്റ്റ് ഗതിവിധി 3, सूचना चित्र देखे और प्रश्नों के उत्तर लिखे. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ചിത്രം നോക്കാനല്ലേ. ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു പക്ഷി ഒരു മരത്തിൽ ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരു നായ്ക്കുട്ടിയുണ്ട്, ഒരു കുട്ടിയുണ്ട്, കുറച്ച് പൂക്കളുണ്ട്, ഒരു വീടുണ്ട്, പിന്നെ കുളത്തിലൊരു മീനുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കുത്ത കഹാം ഹേ. കുത്ത എവിടെയാണ്? കുത്ത ഘർ കെ ബാഹർ ഹേ. അടുത്തത് പൈൻ്റെ മേം ക്യാ ഹേ? പൈൻ്റെ മേം ഫൂൽ ഹേ. അടുത്തത് ലഡ്കി കഹാം ഹേ. ലഡ്കി എവിടെയാണ്? ലഡ്കി ബഗീച്ചെ മേം ഹേ. അടുത്തത് നദി മേം ക്യാ ഹേ? നദിയിൽ എന്താ ഉള്ളത്? നദി മേം മച്ചലി ഹേ. അടുത്തത് ചിടിയ കഹാം ഹേ. പക്ഷി എവിടെയാണ്? ചിടിയ പേഡ് പർ ഹേ. പക്ഷി മരത്തിലാണ് അല്ലേ, മരത്തിലാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ഗതിവിധി 4, കവിത ക്രമ കെ ലിഖേ. കവിത ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാ ഫസ്റ്റ് വരി വരുക? ഈദു ഖാത്ത പില്ല ഏക്. അടുത്തെന്താ വരുക? ബദൽ പേ ഉസ്നെ രൂയെ അനേക്. അപ്പോൾ അടുത്ത വരി എന്താ വരുക? ചോട്ടി ടങ്കെ ലംബി പൂച്ച്. അടുത്തത് ഭൂരി ദാദി കാലി മൂച്ച്. അടുത്തത് മക്കി സേ വഹ് ലഡ്താ താ. നെക്സ്റ്റ് ഗഡേ ഗഡേ ഗിർ പഡ്താ താ. അടുത്ത ഗതിവിധി 5, സൂചന ചിത്രം കെ അനുസാർ വാക്യ ലിഖേ. ചിത്രം നോക്കിയിട്ട് ബോക്സിലുള്ള വാക്യം നോക്കിയിട്ട് അതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ടോമി കോ. ആ ബോക്സിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ബിസ്ക്കറ്റ് ഗാന. അപ്പോൾ ആ ബിസ്ക്കറ്റ് എവിടെ വരിക? മൂന്നാമത്തെ ബോക്സിലല്ലേ. അപ്പോൾ അവിടെ എഴുതുക ബിസ്കുറ്റ് ഗാന. അടുത്തത് കിതാബ് പഠന. അത് ഏറ്റവും താഴെയുള്ള ആ ബോക്സിൽ എഴുതുക. അടുത്തത് നീതു കെ സാത്ത് ഗേൽന. നായ്ക്കുട്ടി നീതുവിൻ്റെ കൂടെ കളിക്കുന്നു. അത് നാലാമത്തെ ബോക്സിൽ എഴുതുക. അടുത്തത് പങ്കെ കെ നീച്ചെ സോന. അത് രണ്ടാമത്തെ ബോക്സിൽ എഴുതുക. അടുത്തത് മങ്കി സെ ലഡ്ന. അത് ഒന്നാമത്തെ ബോക്സിൽ എഴുതുക. നെക്സ്റ്റ് ചിത്ര പഹ്ചാനെ ഓർ ശബ്ദ ലിഖേ. 5 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ നിന്ന് അതിൻ്റെ പേരെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പൂമ്പാറ്റ അല്ലേ. പൂമ്പാറ്റയ്ക്ക് എന്താ പറയുക? തിത്തലി. അടുത്തത് ആനക്കുട്ടി അല്ലേ. അപ്പോൾ ആനക്കുട്ടിക്ക് എന്താ പറയുക? ഹാത്തി. അടുത്തത് പൂമൊട്ട്. പൂമൊട്ടിന് എന്താ പറയുക? കലി. അടുത്തത് സൂര്യൻ. സൂര്യൻ എന്താ പറയുക? സൂരജ്. അടുത്തത് മേഘങ്ങൾ അല്ലേ. അതിനെന്താ പറയുക? ബാദൽ.